ഹായ് ഹലോ, എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞങ്ങൾ കഴിഞ്ഞ തവണ ചെയ്ത പരകായ പ്രവേശം എന്ന വീഡിയോയെ കുറിച്ച് ഒരുപാട് അഭിപ്രായങ്ങൾ വന്നു. അപ്പോൾ അതിലൊരു ക്ലാരിറ്റി കുറവ്, അതിന്റെ ഒരു കൺക്ലൂഷനെ കുറിച്ച് ഒരു ക്ലാരിറ്റി കുറവ് ഒരുപാട് സുഹൃത്തുക്കൾ അഭിപ്രായപ്പെട്ടു. അപ്പോൾ ആ പരകായ പ്രവേശത്തിന്റെ ഒരു കൺക്ലൂഷൻ എന്ന രീതിയിലാണ് ഞങ്ങൾ ഈ വീഡിയോ ചെയ്യുന്നത്. ഈ പരകായ പ്രവേശം എന്നത് ചുരുക്കി മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ അത് യാഥാർത്ഥ്യമാണോ, അതൊരു മിഥ്യയാണോ, എന്താണ് അതിനൊരു കൺക്ലൂഷൻ എന്ന രീതിയിൽ പറയാനുള്ളത്? ശരിക്കും പരകായ പ്രവേശം എന്നുള്ളത് നമ്മുടെ ആത്മാവ് നമ്മുടെ ശരീരത്തിൽ നിന്ന് ഇറങ്ങി അതിനെ വേറൊരാളുടെ ശരീരത്തിലേക്ക് ആവേശിക്കുന്ന അല്ലെങ്കിൽ പ്രവേശിക്കുന്ന അതിനെയാണ് ആ ഒരു പ്രവർത്തനത്തിനെയാണ് പരകായ പ്രവേശം എന്ന് പറയുന്നത്. ഇത് താന്ത്രികമായ വിദ്യയിലൂടെയും അല്ലെങ്കിൽ മാന്ത്രികമായ വിദ്യയിലൂടെയും അല്ലെങ്കിൽ യോഗവിദ്യയിലൂടെയൊക്കെയാണ് ഇത് സാധ്യമാകുന്നത്. പരകായ പ്രവേശം എനിക്ക് ചില അനുഭവങ്ങളൊക്കെ ഉണ്ട്. ആ അനുഭവങ്ങൾ എന്നുള്ള രീതിയിൽ നമുക്കൊരു വീഡിയോയിൽ നമുക്ക് ചെയ്യാം. അപ്പം അത് പരകായ പ്രവേശം എന്നുള്ളത് സാധ്യമാകുന്ന ഒരു വസ്തുതയാണ് എന്ന് തന്നെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. കഴിഞ്ഞ വീഡിയോയിൽ അതിനൊരു വ്യക്തത നൽകാനായിട്ട് സാധിച്ചിട്ടില്ല. പരകായ പ്രവേശം എന്നുള്ള മാത്രമല്ല, മനുഷ്യരിൽ ഒളിഞ്ഞിരിക്കുന്ന പല അതീന്ദ്രിയമായിട്ടുള്ള കഴിവുകളും ഉണ്ട് എന്ന് തന്നെയാണ്. ഉദാഹരണമായിട്ട് തന്നെ ഇൻഡ്യൂഷൻ പോലുള്ള കാര്യങ്ങൾ ഇപ്പോൾ കുട്ടികളിലേക്ക് പ്രാക്ടീസ് ചെയ്യുന്ന പല മാർഗങ്ങളുമുണ്ട്. മെന്റലിസം പോലുള്ള ഇത് നമ്മുടെ ഇന്ദ്രിയങ്ങൾക്കും അപ്പുറത്ത് പ്രവർത്തിക്കുന്ന ഒന്നാണ്. അങ്ങനെ പല സംഭവങ്ങളും നമ്മുടെ നിത്യജീവിതത്തിൽ തന്നെയുണ്ട്. പരകായ പ്രവേശം എന്നുള്ളത് സാധ്യമാണ്. പിന്നെ ഏതൊരു വസ്തുതയും വിശ്വസിച്ച് അതിലൂടെ സഞ്ചരിച്ചാൽ മാത്രമേ നമുക്കത് കണ്ടെത്തുവാനായിട്ട് സാധിക്കത്തുള്ളൂ. ശരിക്കും ഞാൻ പറഞ്ഞ താന്ത്രികം, മാന്ത്രികം, ചിലപ്പോൾ ഇതിന്റെയൊക്കെ ഒരു കോമ്പിനേഷൻ, ഇതെല്ലാം ഏത് ഒരു അഭ്യാസമാണെങ്കിലും അതിന്റെ ഒരു ടോപ്പ് ലെവൽ എന്ന് പറയുന്നത് എല്ലാം ഏകദേശം ഒരേപോലെ ഉണ്ടാവും. അത് നമ്മൾ അതിലൂടെ അതിനെ വിശ്വസിച്ച് പറയുന്ന ഒരു ഗുരുവിന്റെ സാന്നിധ്യത്തില്, അല്ലാതെ നമ്മൾ സ്വന്തമായിട്ട് എന്തെങ്കിലുമൊക്കെ കാണിച്ചു കൂട്ടിയിട്ട് കാര്യമില്ല. കൃത്യമായിട്ട് ഇതിനെപ്പറ്റി ബോധമുള്ള ഒരു ഗുരുവിന്റെ സാന്നിധ്യത്തില് അഭ്യസിച്ചാൽ മാത്രമേ നമുക്ക് ഇതുപോലുള്ള കഴിവുകളെ നമുക്ക് പുറത്തു കൊണ്ടുവരാൻ സാധിക്കത്തുള്ളൂ. ഈ പരകായ പ്രവേശം എന്ന ഈ ഒരു വിഷയത്തില് ശാസ്ത്രീയമായ തെളിവുകളുടെ അഭാവം ഒരുപാടുണ്ട്. അപ്പോൾ അത് ഈ ഒരു വിഷയത്തെ, എന്റെ വിശ്വാസ്യതയെ എത്രത്തോളം ബാധിക്കുന്നുണ്ട്? അത് അങ്ങനെ ചോദിക്കുമ്പോൾ നമ്മൾ ഒരു കാര്യത്തിനെ ശാസ്ത്രീയമായിട്ട് തെളിയിക്കണം എന്നുണ്ടെങ്കിൽ അത് ഒരു ശാസ്ത്രവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു സംഭവമായിരിക്കണം. അപ്പൊ ശാസ്ത്രം എന്ന് പറയുന്നത് ഇന്നത്തുള്ള ഭൗതിക ശാസ്ത്രത്തെയാണോ ഉദ്ദേശിക്കുന്നതിനെ ഞാൻ ചിന്തിക്കുന്നത്. അപ്പൊ ഭൗതിക ശാസ്ത്രം എന്ന് പറയുന്നത് വേറെ ഒരു സംഭവമാണ്. സ്പിരിച്വലി ഉള്ള ആൾക്കാർ, അല്ലെങ്കിൽ ആ ഒരു ആത്മീയമായ തലത്തിൽ സഞ്ചരിക്കുന്ന ആൾക്കാർക്ക് അവരുടെ ഗ്രന്ഥങ്ങളെല്ലാം തന്നെ അവരുടെ ശാസ്ത്രം എന്ന് പറയുന്നത് അതാണ് അവർക്ക്. അപ്പൊ ഇതൊക്കെ ഡിപ്പെൻഡന്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പൊ ഇന്നത്തെ ഭൗതിക ശാസ്ത്രത്തിന് കൃത്യമായിട്ടൊരു തെളിവ് നിരത്താനൊന്നും ഒരിക്കലും സാധിക്കത്തില്ല. ഇങ്ങനെയുള്ള ആത്മീയമായിട്ടുള്ള പല കാര്യങ്ങളും നമ്മളുടെ നമുക്കുള്ള വിശ്വാസവുമായിട്ട് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന ഒരു കാര്യമാണ്. അതെ. അപ്പൊ ഒന്ന് ചോദിച്ചോട്ടെ, ഈ പുരാണ ഗ്രന്ഥങ്ങളിൽ ഇതിനെക്കുറിച്ച് ഒരുപാട് പരാമർശിക്കുന്നുണ്ട്. അപ്പൊ ഈ ശങ്കരാചാര്യര് തുടങ്ങിയ ഒരുപാട് വ്യക്തികൾ ഇതൊക്കെ ചെയ്ത് നോക്കിയിട്ടുണ്ട് എന്നൊക്കെ അതിലൊക്കെ പരാമർശിക്കുന്നുണ്ട്. അപ്പൊ അതിനെക്കുറിച്ചൊക്കെ എന്താണ് പറയാനുള്ളത്? ശങ്കരാചാര്യർ എന്ന് പറയുന്നത് നമുക്ക് തിരിച്ചറിയാൻ പറ്റിയിട്ടുള്ള ഏറ്റവും മഹത്തായിട്ടുള്ള, അല്ലെങ്കിൽ എന്താണ് പറയുന്നത്, ഏറ്റവും മഹാനായിട്ടുള്ള ഒരു, അല്ലെങ്കിൽ ഗുരു ഇന്ന് നമ്മൾ അറിയപ്പെടുന്ന, ഇന്ന് ലോകത്തിൽ അറിയപ്പെടുന്ന ആദി ഗുരു എന്തൊക്കെ നമുക്ക് നമ്മുടെ ശരിക്കും ജീവിച്ചിരുന്ന ഹിസ്റ്റോറിക്കലി ഉള്ള ഒരു ഗുരുവെന്ന് രേഖപ്പെടുത്തിയിട്ടുള്ള ഒരാളാണ് ശങ്കരാചാര്യർ എന്ന് പറയുന്നത്. നമ്മളുടെ ഇന്ന് കാണുന്ന ക്ഷേത്രങ്ങളുടെ തന്നെ പല പൂജാവിധാനങ്ങളും ആത്മീയമായിട്ടുള്ള പല കാര്യങ്ങളും വേദങ്ങൾക്ക് തന്നെ വേണ്ടിയിട്ട് പ്രത്യേകം മഠങ്ങൾ സ്ഥാപിക്കുകയൊക്കെ ചെയ്തിട്ടുള്ള ആളാണ് ശങ്കരാചാര്യർ എന്നുള്ളത്. അദ്ദേഹത്തിന്റെ ജീവിതം എന്ന് പറയുന്നത്, അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ പല അത്ഭുതങ്ങളും നടന്നിട്ടുള്ളതായിട്ട് ഹിസ്റ്റോറിക്കലി തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ശങ്കരാചാര്യൻ എന്ന് പറയുന്ന ഒരു കഥയിലുള്ള കഥാപാത്രം എന്നുള്ളതിനപ്പുറത്തേക്ക് ജീവിച്ചിരുന്നതിനുള്ള കഴിവുകളും എല്ലാ കാര്യങ്ങളോടും കൂടിയുള്ള ആളാണ്. അതുകൊണ്ട് തന്നെ അത് അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ പറയുമ്പോൾ അത് കുറച്ചുകൂടെ വിശ്വസനീയമാണ്. ഏതെങ്കിലും ഒരു മിത്ത് എന്നൊന്നും ശങ്കരാചാര്യരെ പറ്റി പറയുമ്പോൾ അതൊരു മിത്താണെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കത്തില്ല. അതുപോലെ അദ്ദേഹം തന്നെ ഒരു അന്വേഷിയായിരുന്നു. അദ്ദേഹം ശാസ്ത്രത്തിനെ അല്ലെങ്കിൽ സത്യത്തിനെയൊക്കെ അന്വേഷിച്ചിറങ്ങി. സന്യാസം സ്വീകരിച്ച് ബാല്യത്തിലെ സന്യാസം സ്വീകരിച്ച് പോയി എന്ന് പറയുമ്പോൾ തന്നെ അദ്ദേഹം
സത്യത്തെ അന്വേഷിച്ചാണ് ഇറങ്ങി തിരിച്ചേക്കുന്നത്. അദ്ദേഹം പല സ്ഥലങ്ങളിലും ചെന്ന് തർക്കങ്ങൾ നടത്തി. തർക്കങ്ങൾ എന്ന് വെച്ചാൽ അദ്ദേഹം പറഞ്ഞു, എന്തിനാണ് തർക്കിക്കുന്നത് വെച്ചാൽ അറിയാനും അറിയിക്കാനും. നീ ആരാണെന്നുള്ള ചെല്ലുമ്പോൾ നീ ആരാ, പല രാജ്യങ്ങളിൽ ചെല്ലുമ്പോഴത്തേക്കും അല്ലെങ്കിൽ പല നാട്ടിലും ചെല്ലുമ്പോഴത്തേക്കും നീ ആരാണ്, ഞാൻ ശങ്കരൻ, എന്തിനാണ് നീ ഇവിടെ വന്നത്? തർക്കിക്കുന്നത് എന്തിനാണ്? അറിയാനും അറിയിക്കാനും വേണ്ടിയാണ് തർക്കിക്കുന്നതെന്നാണ് ശങ്കരാചാര്യരുടെ അതിനുള്ളൊരു മറുപടി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം അന്വേഷിച്ച് അതിലേക്ക് എത്തിയ ഒരാളാണ്. അതുകൊണ്ട് തന്നെ നമുക്കത് അദ്ദേഹത്തിന്റെ ഇതിൽ നമ്മളത് വിശ്വസിക്കാം. അതുപോലെ നമ്മുടെ അനുഭവങ്ങളും അത് വിശ്വസനീയമാണ് എന്നുള്ളത് തന്നെയാണ്. പരകായ പ്രവേശത്തിൽ ഒരു ശരീരത്തിൽ നിന്നും ആത്മാവ് മറ്റൊരു ശരീരത്തിലേക്ക് പ്രവേശിക്കുന്നതാണല്ലോ. ആത്മാവ് അങ്ങനെ പ്രവേശിക്കുമ്പോൾ നമ്മുടെ വ്യക്തിത്വത്തിന് എന്തെങ്കിലും ബാധിക്കുവോ, അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിന് എന്തെങ്കിലും കുഴപ്പം ഉണ്ടാവുമോ? അതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? ഇപ്പോൾ പരകായ പ്രവേശം ചെയ്യുന്ന സമയത്ത് നമ്മളെ ആത്മാവിനെ ശരീരത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവന്ന് പോകുന്ന സമയത്ത് ഇത് പല തലത്തിലുണ്ട്. ഈ പരകായ പ്രവേശം തന്നെ നമ്മളിപ്പോൾ ഒരേ കാര്യം തന്നെ പല വ്യത്യസ്തമായ രീതികളിൽ നമ്മൾ ചെയ്യാറുണ്ട്, ശരിയല്ലേ? നമ്മൾ പല കാര്യങ്ങളും വ്യത്യസ്തമായ രീതിയിൽ, എല്ലാത്തിനും ഒരു മാർഗം തന്നെയാണുള്ളതെന്ന് പറയാൻ പറ്റില്ല. ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്, താന്ത്രികമായിട്ടുള്ള രീതിയിൽ ഇതിനെ പ്രാക്ടീസ് ചെയ്യുന്നവരുണ്ട്, മാന്ത്രികമായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ യോഗവിദ്യയിലൂടെ പ്രാക്ടീസ് ചെയ്യുന്നതുണ്ട്, അല്ലേ? അപ്പൊ ഈ പരകായ പ്രവേശം എന്ന് പറയുന്നതിൽ തന്നെ ഈ ആത്മാവ് പുറത്തിറങ്ങി ഈ ശരീരം കോമാ സ്റ്റേറ്റിലോട്ട് മാറുന്നൊരവസ്ഥയുണ്ട്. അപ്പോ അങ്ങനെ വരുമ്പോഴത്തേക്കും എന്താണ് ഇതിന്റെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, മറ്റാരെങ്കിലും ഈ ബോഡി കാണുന്ന സമയത്ത് ഇത് ഡെഡ് ബോഡിയാണ് എന്ന് വിചാരിച്ചിട്ട് ഇതിനെ എടുത്ത് നശിപ്പിച്ചു കഴിഞ്ഞാൽ ആ പോയ ആൾക്ക് പിന്നെ തിരിച്ചു വരാൻ പറ്റില്ല. ആ പോയ ആത്മാവിനെ തിരിച്ച് അയാളുടെ സ്വന്തം ശരീരത്തിലേക്ക് തിരിച്ച് ആവേശിക്കാനായിട്ട് സാധിക്കത്തില്ല. അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവും. അപ്പൊ ശങ്കരാചാര്യരൊക്കെ ഇത് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ഒരു ഗുഹയ്ക്കകത്ത്, വിജനമായ ഒരു സ്ഥലത്തെത്തി ഒരു ഗുഹയ്ക്കകത്ത് നിന്നിട്ട് അതിനകത്തിരുന്നിട്ട് ശിഷ്യന്മാരെയൊക്കെ കാവൽ നിർത്തി ഈ ശരീരത്തിന് കാലും എടുത്ത് നശിപ്പിച്ച് കളയാതെ കത്തിച്ച് കളയാതെയൊക്കെ, അല്ലേ, ഡെഡ് ബോഡി ഉണ്ട് കഴിഞ്ഞാൽ നമ്മൾ സംസ്കരിക്കും. അപ്പൊ അങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ശിഷ്യന്മാരെ കാവൽ നിർത്തിയിട്ടാണ് അദ്ദേഹം ഈ ശരീരത്തിൽ നിന്ന് ഇറങ്ങി രാജാവിന്റെ ശരീരത്തിലേക്ക് പോകുന്നതെന്നാണ്. അതുപോലെ തന്നെ നമ്മുടെ ബോഡിയിൽ നിന്ന് ഇങ്ങനെ ആത്മാവ് പോകുന്ന സമയത്ത് ചിലപ്പോൾ നമ്മൾ ഈ മരിച്ചു കഴിഞ്ഞാലുണ്ടാകുന്ന ഒരവസ്ഥ, ചിലപ്പം ബ്ലഡ് സർക്കുലേഷനൊക്കെ കറക്റ്റായിട്ട് നടന്നില്ലെങ്കിൽ നമ്മുടെ കോശങ്ങളൊക്കെ ദ്രവിച്ചില്ലാതായി പോയിട്ട് അതൊക്കെ സ്റ്റിഫായി പോകും ചിലപ്പോൾ, ഇല്ലേ? നമ്മൾ ഇതൊക്കെ അങ്ങനെ ഒരു സംഭവം കൂടെ നമുക്ക് ഇത് ചിന്തിക്കാനായിട്ട് സാധിക്കും. അപ്പം അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായി പോകാനൊരു സാഹചര്യം, അത് എല്ലാ രീതിയിലുള്ള പ്രാക്ടീസിലും അങ്ങനെ ഒരു പ്രശ്നമില്ല. പക്ഷെ ചില രീതിയിൽ അത് പൂർണ്ണമായിട്ട് ഇങ്ങനെ പോണ സമയത്ത് അങ്ങനെ ഒരു സാധ്യതയുള്ളത് കൊണ്ട് മാന്ത്രികമായിട്ട് ചെയ്യുന്ന ആൾക്കാരെ കൂടുതലും ഇത് എണ്ണത്തോണിയിൽ ഒരു പ്രത്യേക രീതിയിലുള്ള തൈലം ഇത് ചെയ്തിട്ട് അതിനകത്ത് ഈ ബോഡി കേടാവാത്ത രീതിയിൽ ഇറക്കി വെച്ചിട്ടായിരിക്കും അവര് ഡ്രൈ ആയി പോവാതെയും അങ്ങനെയൊക്കെ പ്രത്യേക രീതിയിൽ അണുക്കൾ അങ്ങനെയൊക്കെ വരാത്ത രീതിയിൽ ചെയ്യുന്നതായിട്ടൊരു സങ്കല്പമുണ്ട്. അതുപോലെ തന്നെ ഈ യോഗവിദ്യയിലൊക്കെ ഇരിക്കുന്ന ആൾക്കാർ അതുപോലെ മെഡിറ്റേഷൻ പോലുള്ള പ്രാക്ടീസിലൂടെ, രാജയോഗം എന്നൊക്കെ പറയുന്ന പ്രാക്ടീസിലൂടെ ഇത് പ്രാക്ടീസ് ചെയ്യുന്ന ആൾക്കാർ ശരിക്കും പറഞ്ഞാൽ അവരുടെ ബോഡി ഒരു സമാധി അവസ്ഥയിലോട്ടാണ് പോകുന്നത്. കോമ എന്ന് പറയാൻ പറ്റില്ല, അതൊരു കോമ സ്റ്റേറ്റിലോട്ട് പോവുമെങ്കിലും ആ ശ്വാസവും അങ്ങനെയുള്ള ശാരീരിക പ്രവർത്തനങ്ങളൊക്കെ നടത്തിക്കൊണ്ട് തന്നെ ഈ ആത്മാവിന് പുറത്ത് സഞ്ചരിച്ച് പോയിട്ട് ഒരു സ്ഥലത്തെത്തി അവരിലേക്ക് ആവേശിക്കാനായിട്ട്, ഒരു ബോഡിയിലോട്ട് ആവേശിക്കാൻ സാധിക്കും. അല്ലെങ്കിൽ അതൊരു മൂന്നാമതൊരാളായെന്നുള്ള രീതിയിൽ സൂക്ഷ്മമായിട്ട് മറ്റുള്ളവർ കാണാൻ പറ്റാത്ത രീതിയിൽ തന്നെ അവിടെ സഞ്ചരിക്കാനൊക്കെ, ആ സൂക്ഷ്മതലത്തിൽ സഞ്ചരിക്കാനൊക്കെ സാധിക്കും. ചില സിനിമകളിലൊക്കെ അത് ആനന്ദഭദ്രത്തില് ശരിക്കും അത് എന്ത് ചെയ്യണം, എണ്ണത്തോണിയിലൊക്കെ ആക്കിയില്ലേ, അങ്ങനെ ഒരു സീനാണ്. അത് കാണുന്നത് എല്ലാവർക്കും അത് മനസ്സിലായിട്ടുണ്ടാവില്ല എന്താണ് സംഭവം. അപ്പോൾ ഒരു സിനിമ എടുക്കുമ്പോൾ അവർ അതിനെപ്പറ്റി പഠിച്ചിട്ടാണ് എപ്പോഴും ചെയ്യുക. അപ്പൊ അതൊരു എണ്ണത്തോണിയിൽ ഒരു പ്രത്യേക രീതിയിൽ അവരത് ബോഡി വെച്ചിട്ടാണ് അയാൾ ആ ശരീരത്തിൽ നിന്ന് ഇറങ്ങി പോവുക. അപ്പൊ അതല്ലാതെ തന്നെ ഈ രാജയോഗം പോലുള്ള വിദ്യകളിൽ ഇരിക്കുന്ന ആൾക്കാരൊക്കെ സ്വന്തം ആത്മാവിനെ ഇങ്ങനെ ഇറക്കി പുറത്തു കൊണ്ടുപോയിട്ട് വേണമെങ്കിൽ ഏതെങ്കിലും ബോഡിയിലോട്ട് ആവേശിക്കാനോ അല്ലെങ്കിൽ ആവേശിക്കാതെ തന്നെ അവിടെ ഒരാളായിട്ട് നിന്ന് അവിടുത്തെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്നൊരു സംവിധാനമുണ്ട്. അല്ലെങ്കിൽ ആ ശരീരത്തിലോട്ട് കയറിയിട്ട് ആവാനും പറ്റും. അപ്പം ഇതിനൊരു ഡെഡ് ബോഡി, ശരിക്കും പ്രാണമില്ലാത്ത ശരീരത്തിലായിട്ടാണ് ശങ്കരാചാര്യ രാജാവ് മരിച്ചു പോകുമ്പോഴത്തേക്കും ആ രാജാവിന്റെ ശരീരത്തിലേക്കാണ്. അപ്പോ ഒരു പ്രാണനുള്ള ഒരു ശരീരത്തിലേക്ക് അതില് അങ്ങനെ ആവേശിക്കുന്നത്, അങ്ങനെ പ്രവേശിക്കുമ്പോൾ ആ വ്യക്തിക്ക് വളരെ ദോഷമാണെന്നാണ് പറയുന്നത്. അദ്ദേഹത്തിന്റെ ആ ഓൾറെഡി ഉള്ള ആത്മാവിനെ, അപ്പൊ അദ്ദേഹത്തിന്റെ അനുവാദവും കൂടെ ഉണ്ടെങ്കിലാണ് കൂടുതൽ സാധിക്കും. പിന്നെ അതുപോലെ പ്രാണശക്തി കുറഞ്ഞ ആൾക്കാർ, ഭയപ്പാടുള്ള ആൾക്കാർ, അങ്ങനെയുള്ള ഇതിലേക്കൊക്കെ വീക്കായിരിക്കുന്ന ടൈമിൽ അങ്ങനെ പ്രവേശിക്കാനായിട്ട് സാധിക്കും. അല്ലെങ്കിൽ ആ വ്യക്തിയുടെ സമ്മതത്തോടു കൂടിയായിരിക്കും ആ പ്രവേശിക്കാനായിട്ട്, അവരുടെ ഇഷ്ടത്തോടു കൂടി പ്രവേശിക്കാനായിട്ട് സാധിക്കും. അത് ആ ആരുടെ ശരീരത്തിലൂടെ പ്രവേശിക്കുന്നത് അവർക്ക് അത്
ചില ഇമ്പാക്റ്റുകൾ കുറച്ച് ദോഷഫലങ്ങൾ ഉണ്ടാക്കും എന്ന് പറയുന്നു. അപ്പൊ ആ വ്യക്തിയുടെ ശരീരത്തിലുള്ള ആത്മാവിന് അത് ഇങ്ങനെ സൈലന്റ് ആയിരിക്കും. മറ്റേ ആള് ബലമുള്ള ആള് പ്രവർത്തിക്കും. കാരണം ഇദ്ദേഹത്തിന് സമ്മതം കൊടുത്തേക്കാണല്ലോ, ഈ ബോഡി വിട്ടുകൊടുത്തേക്കാണല്ലോ. അപ്പൊ അയാൾ പ്രവർത്തിക്കും, അയാൾ സംസാരിക്കും നമുക്ക് വേണ്ടിയിട്ട്. ഇടയ്ക്കിടയ്ക്ക് മറ്റേ ആളും ആക്ച്വലി ഇത് ചെയ്യുന്നുണ്ട്. ആ ബോഡിയുടെ കൺട്രോൾ കിട്ടിയാൽ അയാൾ ഈ ആള് വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ മറ്റേ ആള് ഒരേ സമയത്ത് ഡ്യുവൽ പേഴ്സണാലിറ്റി പോലെ ആക്ട് ചെയ്യാൻ അത് സാധിക്കും. അപ്പൊ അങ്ങേക്ക് ഇതുപോലെ എന്തെങ്കിലും? അതെ, അതാണ് ഞാൻ പറഞ്ഞത്. നമ്മളിതൊരു കൺക്ലൂഷൻ വീഡിയോ ആണ്. ഞാനിപ്പോ ഇതൊരു അനുഭവം കഥകള് വീഡിയോ ചെയ്യാം. ആ അനുഭവത്തിനെ കുറിച്ചൊരു വീഡിയോ നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ ചെയ്യും. ഞങ്ങളുടെ ഈ ചർച്ച നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ഈ വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും ചോദ്യങ്ങളും സംശയങ്ങളും നിങ്ങളുടെ അനുഭവങ്ങളും ഒക്കെ കമന്റായി പങ്കുവയ്ക്കുക. അതിനുള്ള ഉത്തരങ്ങൾ നൽകുന്നതായിരിക്കും. ഞങ്ങളുടെ തുടർന്നുള്ള വീഡിയോകൾ നിങ്ങളിലേക്ക് എത്തണമെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക. അപ്പൊ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. മറ്റൊരു നല്ല വീഡിയോയുമായി, നല്ല ചർച്ചകളുമായി, നല്ല വിഷയങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ.